ശാരീരികമായിരിക്കുന്ന അല്പം ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഇന്ന് പാടിയതുപോലെ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുന്ന, നമ്മുടെ രോഗങ്ങളിൽ നമുക്ക് വിടുതൽ നൽകുന്ന, സൗഖ്യം നൽകുന്ന, ആരോഗ്യം വരുത്തുന്ന ആമേൻ, സ്തോത്രം, ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 48-ാമത്തെ സങ്കീർത്തനം. നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ, അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു. കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ നഗരത്തെക്കുറിച്ച്, കർത്താവ് വസിക്കുന്ന നഗരത്തിനുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അതിനെതിരെ ശത്രു വാടകോരിയാലും രാജാക്കന്മാർ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വന്നാലും അമ്പരന്നു പോകത്തക്ക അളവിൽ അതിനെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനക്കാരനെ നമുക്ക് 48-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം പറയുകയാണ്, മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവും ആകുന്നു. സ്തോത്രം. പ്രിയ ദൈവപൈതലേ, ദൈവം വസിക്കുന്ന ഒരു നഗരത്തിൻ്റെ മഹത്വമാണ് നാം ഈ സങ്കീർത്തനത്തിൽ, ഈ വാചകങ്ങളിലൂടെ നാം കാണുന്നത്. മഹാരാജാവ് വസിക്കുന്ന, മഹാരാജാവിൻ്റെതായിട്ടുള്ള ഒരു നഗരം, അത് ഉയരം കൊണ്ട് മനോഹരമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം ഉന്നതങ്ങളിന്മേൽ നിർത്തുമാറാക്കും എന്ന് നാം മറന്നു പോകരുത്. ഈ ഉന്നതി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനെ സമ്പത്ത് കൊണ്ടാണ് മെഷർ ചെയ്യുന്നത്, നമ്മൾ അളക്കുന്നത്. അതല്ല അളവുകോൽ. ഒരിക്കലും സമ്പത്തല്ല അളവുകോൽ. അത് ഇന്ന് വരും, നാളെ പോകും. ഇന്നുണ്ടെന്ന് പറയുന്നവൻ ഇതാ നാളെ നിലം പൊത്തുന്ന അനുഭവങ്ങൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് സമ്പത്തല്ല ഒന്നിൻ്റെയും അളവുകോൽ. ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും, അയ്യോ എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നില്ലല്ലോ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള നിരാശ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളത് തിരുത്തിക്കൊള്ളണം. സമ്പത്തല്ല ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ അളവുകോൽ. സ്തോത്രം. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തെ അറിയുന്ന ഒരു പൈതല്, ഒരു ദൈവകുഞ്ഞ്, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, നിന്ദിക്കുന്നവർ ചുറ്റുമുണ്ടെങ്കിലും അവരുടെ ഉള്ളത്തിൽ പോലും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു നല്ല ഉന്നത അഭിപ്രായമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പറയുമ്പം ഒരു പക്ഷേ നമ്മളെ കളിയാക്കിയായിരിക്കും പറയുന്നത്, പക്ഷെ അവരുടെ അന്തർതലത്തിൽ എന്തുണ്ട്? നമ്മളെക്കുറിച്ചൊരു നല്ല മതിപ്പുണ്ട്. ഞാനിന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മോട് ചോദിക്കട്ടെ, നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു മതിപ്പുണ്ടോ? അതെന്താ കാണിക്കുന്നതെന്ന് അറിയാവോ? മഹാരാജാവിൻ്റെ നഗരമാണ് നമ്മളത്. സ്തോത്രം, സ്തോത്രം. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള മതിപ്പ് എന്തുവാ? മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ചിന്താഗതി എന്തുവാ? നമ്മളെ കാണുമ്പം തല കുനിക്കുന്നുണ്ടെങ്കിലും നമ്മളെ അകത്തലങ്ങളിൽ നമ്മളെക്കുറിച്ച് ഒരു അവമതിയാകുന്ന ചിന്താഗതിയാണ് നമ്മളെക്കുറിച്ചുള്ളതെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു. നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറത്ത് കാണുമ്പോൾ വന്ദനം, പക്ഷെ അങ്ങോട്ട് മാറിയാൽ ഉടനെ നിന്ദനം അല്ലെങ്കിൽ നിന്ന. സ്തോത്രം. മുമ്പിൽ അതിൻ്റെ അർത്ഥം അവർക്ക് മാത്രം കുഴപ്പമുണ്ടെന്നല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർക്ക്, അതായത് നമ്മളെ നിന്ദിക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ ബഹുമുഖത്തോടെ പല മുഖത്തോടെ പെരുമാറുന്നവർക്കോ കുറ്റമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെ ആകണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മളിൽ ചില മാറ്റങ്ങൾ, നമ്മളോടത് പറയാനുള്ള നമ്മുടെ പൊസിഷൻ, നമ്മുടേതായിരിക്കുന്ന എന്താ പറയുന്നത്, എല്ലാം നമ്മളോട് തിരിച്ചു പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാകാം.
സ്തോത്രം. ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും കുട്ടികൾക്ക് നമ്മളോട് മുഖത്ത് നോക്കി, ഒരു സാറിൻ്റെ മുഖത്ത് നോക്കി പലപ്പോഴും പറയാൻ പറ്റത്തില്ല. പക്ഷെ അപ്പുറത്ത് ചെന്നിട്ട് പറയും, അത് ഞാൻ കണ്ടായിരുന്നോ? നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ചെയ്തിട്ടില്ലേ? ഇല്ലേ? അത്രേ ഉള്ളൂ. അതാ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ജീവിതം വെച്ചാൽ പറയും. എന്നാൽ നമ്മളെക്കുറിച്ച് മുൻപിലും പുറകിലും ഒന്ന് സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. ഞാൻ കർത്താവിൻ്റെ വഴികളിൽ നടക്കുന്നതെന്നാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മളോട് കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽക്കാരാകട്ടെ, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ച് രണ്ട് മുഖത്തോടെ രണ്ട് രീതിയിൽ സംസാരിക്കുന്നെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. മഹാരാജാവിൻ്റെ നഗരം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമ്മളെക്കുറിച്ചൊരു ഉന്നത ചിന്താഗതി ഉരുവാക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രിസ്ത്യൻ സ്കൂളുകളെക്കുറിച്ച് മതപരിവർത്തനത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന വിദ്യാലയങ്ങളാണെന്ന് ഒത്തിരി മത നേതാക്കളും ഒത്തിരി രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിലും ഇന്നും ക്രിസ്ത്യൻ സ്കൂളിൽ വിടാൻ പൊതുസമൂഹത്തിന് മതഭേദമന്യേ ഭയങ്കര ആർജവമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ക്രിസ്ത്യൻ സ്കൂളിനെ കുറിച്ച് ഒരു ഉന്നതമായ ചിന്താഗതിയുണ്ട്. ഉന്നതിയെ ഇങ്ങനെയൊക്കെ ഒന്ന് മെഷർ ചെയ്യാൻ നമുക്ക് കഴിയണം. എന്നെക്കുറിച്ചുള്ള ചിന്താഗതികൾ, എന്നെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള മതിപ്പ് എന്താണെന്ന്, ഉന്നതി എന്നുള്ളതിനെ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ, അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കണം. മഹാരാജാവിൻ്റെ നഗരം ഉന്നതമാണ്. മഹാരാജാവിൻ്റെ നഗരം അത് മനോഹരമാണ്. മനോഹാരിതയുണ്ടോ ജീവിതത്തിൽ? നമ്മൾ വരുത്തിക്കൂട്ടുന്ന മനോഹാരിതകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് ഒരു സുഗന്ധമുണ്ടോ? അതോ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അസഹ്യമായ ഒരു നിലയിലേക്കാണ് പോകുന്നത്? മഹാരാജാവിൻ്റെ നഗരം ഉന്നതമാ, മനോഹരമാ. സ്തോത്രം. അടുത്ത് പറയുക, സർവഭൂമിയുടെയും ആനന്ദമാ. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷത്തെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഒരു ദൈവ പൈതലിന്റെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതായി തീരണം. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തെന്നല്ലാത്തൊരു സന്തോഷം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണം. കാരണം നമ്മൾ സമാധാനത്തിന്റെ കാരിയേഴ്സ് ആണെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമാധാന വാഹകരാണെന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവരാണെന്നാ പറയുന്നത്. സ്തോത്രം. ഒരു ഭവനത്തിനകത്ത് ഞാൻ കടന്നു എന്നാൽ, ഒരു ഭവനത്തിനകത്ത് നമ്മളുടെ സാന്നിധ്യം കടന്നു എന്നാൽ അവിടെ ആനന്ദമുണ്ടാകണം. ഇതുവരെ അവർ ഒരുപക്ഷെ ജീവിതം നശിപ്പിച്ച് കളയാമെന്നുള്ള നിലയിലുള്ള ദുഃഖത്തിൽ ആഴ്ന്നവരായിരുന്നിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഉള്ളൊരു സന്തോഷം ഉണ്ടാകണം. കാരണം ഞാൻ മഹാരാജാവിൻ്റെ നഗരമാണ്. ഉണ്ടോ? അതോ നമ്മളൊക്കെ അയ്യോ വരുന്നുണ്ട് കേട്ടോ എന്നാണോ പറയുന്നത്? വരുന്നുണ്ട്. സ്തോത്രം. വെൽക്കം ചെയ്യും, വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരും, ചിലപ്പോൾ കൈകൂപ്പിയെന്നിരിക്കും. പക്ഷെ ഉള്ളി പറയുന്നത് എന്താ? വരുന്നുണ്ട്, മാറണം. സ്തോത്രം. അത് മാറി ഇങ്ങനെ ആകണം. അയ്യോ ദേ ഓടി വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ആ സന്തോഷം, അതിനകത്ത് ആ ടോണിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. സ്തോത്രം ഉണ്ടാകണം. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകണം. കാരണം നമ്മൾ ഒന്ന് പറഞ്ഞേ, നമ്മൾ മഹാരാജാവിൻ്റെ നഗരമാണ്. സ്തോത്രം. അവൻ വാസം ചെയ്യുന്ന അവൻ്റെ മന്ദിരമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്യാരി ചെയ്യുന്ന അവനെയാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുന്നെങ്കിൽ ദൈവത്തെ നമ്മൾ ക്യാരി ചെയ്യുക. നമ്മൾ പലപ്പോഴും, ഞാൻ അതിന് കോൺട്രഡിക്ടറി ആയിട്ടല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറയുന്ന ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. ദൈവമാണ് നമ്മളെ വഹിച്ച് നമ്മെ താങ്ങി നടത്തുന്നത്, അതിനെതിരായിട്ടല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ കർത്താവിനെ എത്തിക്കുന്ന വാഹകരാ. സ്തോത്രം. മഹാരാജാവിൻ്റെ നഗരം ഉയരം കൊണ്ട് മനോഹരം, സർവഭൂമിയുടെയും ആനന്ദം. എന്നിട്ട് പറയുക, ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ വിളങ്ങുന്ന ഒന്നാണെങ്കിൽ
വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നതാ മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വരുന്നു. മലയാളത്തിൽ എഴുതിയപ്പോൾ ഒറ്റ സെന്റൻസിൽ എഴുതിയപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ God is there in their palaces, in her palaces. അവളുടെ കൊട്ടാരങ്ങളിൽ, അവളുടെ അരമനകളിൽ ദൈവമുണ്ട്. അവൻ അവളുടെ സങ്കേതമാണ്, അവൻ അവളുടെ റെഫ്യൂജ് ആണെന്നാണ് പറയുന്നത്. സ്തോത്രം. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ അരമനകളിൽ ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് സങ്കേതമാണ്. സ്തോത്രം. ഒരു ശത്രുവിനും അടുക്കുവാൻ കഴിയാതെ, ഒരു പിശാചിനും തകർക്കുവാൻ കഴിയാതെ എത്ര വലിയ കൂട്ടുകെട്ടുകൾ നിനക്കെതിരായി സ്തോത്രം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നാലും അതിന്റെ മധ്യത്തിൽ നിന്ന് നിന്നെ പൂ പോലെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. കാരണം അവൻ നിന്റെ സങ്കേതമാണ്. Glory to Jesus. Hallelujah. അവൻ നമ്മുടെ സങ്കേതം. ഇവിടെ പറയുക, അതിൻ്റെ അരമനകളിൽ. നിങ്ങളൊന്ന് ചിന്തിക്കണം, കൊട്ടാരങ്ങളിൽ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഒരു കൊട്ടാരം എന്നല്ല പറയുന്നേ, അതിൻ്റെ കൊട്ടാരങ്ങളിൽ. സ്തോത്രം. കൊട്ടാരം എന്ന് പറയുന്നത് പലതിൻ്റെയും ആ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന പ്ലേസാണ്. രാജാക്കന്മാരുടെ കാലം എടുക്കുമ്പോൾ, ഇന്ന് കോടതിയാണെങ്കിൽ അന്ന് കൊട്ടാരങ്ങളാണ്. സ്തോത്രം. എല്ലാം കഴിഞ്ഞ് രാജ്യസഭ മന്ത്രിസഭ എല്ലാം കൂടിയിരുന്ന് രാജാവ് സിംഹാസനത്തിൽ അമർന്നിരുന്ന് അതിനൊരു ഫൈനൽ കാര്യം, ഉത്തരവുകൾ പുറപ്പെടുവിക്കപ്പെടുന്നത് കൊട്ടാരങ്ങളിൽ നിന്നാണ്, കൊട്ടാരത്തിൽ നിന്നാണ്. ഇവിടെ പറയാം, നിന്റെ കൊട്ടാരങ്ങളിൽ, നിന്റെ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഓർ ഡിസിഷൻ മേക്കിംഗ്, നിന്റെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ, ഉത്തരവുകൾ ഇറങ്ങുന്ന തീരുമാന രൂപീകരണ കേന്ദ്രങ്ങളിൽ പലതില്ലേ. സ്തോത്രം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ റലത്തിൽ, നമ്മുടെ വൈകാരിക തലങ്ങളിൽ, സ്തോത്രം, നമ്മുടെ വരുമാന തലങ്ങളിൽ, നമ്മുടെ സ്വഭാവ തലങ്ങളിൽ, സ്തോത്രം, നമ്മുടെ ഉത്തരവാദിത്വ തലങ്ങളിൽ. നിങ്ങൾക്ക് എൻ്റെ കൂടെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെ എല്ലാ കൊട്ടാരങ്ങളിലും അവനുണ്ടാകണം. നിന്റെ ആത്മീയ തലങ്ങളിൽ അവനുണ്ടാകണം. പലർക്കും ആത്മീയ തലത്തിൽ കർത്താവുണ്ട്, ബാക്കിയുള്ളിടത്തെല്ലാം കർത്താവില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന, ആത്മീയത എന്ന് പറയുന്ന അരമനയ്ക്കകത്ത്, കൊട്ടാരത്തിനകത്ത് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂർ ആരാധനയ്ക്ക് വരും, പേരിന് വേണ്ടി ദിവസം തോറും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കലാചാരം, അങ്ങനെ ഒരു സമ്പ്രദായം, അങ്ങനെ ഒരു ചടങ്ങ് നിവർത്തിച്ചു പോരുന്ന കൂട്ടത്തിലാണ്. കാരണം നമ്മുടെ ആത്മീയത എന്നുള്ള കൊട്ടാരത്തിനകത്ത് ദൈവമുണ്ട്. പക്ഷെ നിന്റെ വൈകാരികത എന്ന് പറയുന്ന കൊട്ടാരത്തിൽ ദൈവമുണ്ടോ? ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തു. സ്തോത്രം. അങ്ങനെയാണോ ജീവിക്കുന്നത്? അതോ ആത്മാവിനെ അനുസരിച്ച് നടന്നു? ഇതാണോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിന്റെ വൈകാരികത എന്നുള്ള കൊട്ടാരത്തിനകത്ത് ആരാ? ദൈവം. സ്തോത്രം. നിന്റെ കുടുംബം എന്നുള്ള കൊട്ടാരത്തിനകത്ത്, സ്തോത്രം, നിന്റെ സമ്പത്തുകൾ, വരുമാനങ്ങൾക്കകത്ത്, നിന്റെ സാമ്പത്തിക വരുമാന മേഖലകൾ, ആദായങ്ങൾ എന്നുള്ള മേഖലയിൽ, ഉത്തരവാദിത്തങ്ങളിൽ, എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ അരമനകളിലും ദൈവമുണ്ടായിരിക്കണം. അവനായിരിക്കണം നമ്മുടെ സങ്കേതം. വൈകാരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒത്തിരി പേര് കാണും. സ്തോത്രം. എനിക്ക് ഇന്ന ദേഷ്യം, ഒത്തിരി വൈകാരികത എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വൾഗറായിട്ടുള്ള കാര്യത്തിലോട്ടാണ് പലപ്പോഴും പോകാറ്. എല്ലാ വൾഗറായിട്ടുള്ളതിലോട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ മോശമായതിലേക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. ദേഷ്യം ഒരു വൈകാരിക തലമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ? ദൈവ സങ്കേതമായിട്ട് നിനക്കുണ്ട്. ദൈവത്തെ നിന്റെ വൈകാരികത എന്നുള്ള, അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ള മേഖലയിൽ ദൈവത്തെ കൊണ്ടുവന്നിട്ട് പറ, അപ്പാ എനിക്ക് പലപ്പോഴും എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽപ്പ് മീ ഓ ഗാഡ്, എന്നെ സഹായിക്കണേ എന്ന് പറ. അങ്ങനെ എന്തും സാമ്പത്തിക അച്ചടക്കം. നമ്മൾ വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും തെറ്റായ ആദായം മാത്രമാണ് പറയുന്നത്. അത് മാത്രമല്ല, പലർക്കും ഇല്ലാത്ത ഒന്നാ സാമ്പത്തിക അച്ചടക്കം. ശരിയായി ചെലവഴിക്കാൻ കഴിയുന്നില്ലേ? കർത്താവിനോട് പറ, അപ്പാ
അവിടെ നിന്ന് എൻ്റെ സങ്കേതം, എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ ചെലവഴിക്കലുകൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ സഹായിക്കണം. സ്തോത്രം. ഓടിപ്പോകുക. അതിൻ്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ശാരീരിക മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളായിരിക്കാം, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അസമാധാനങ്ങളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഭാരപ്പെടുന്നതായിരിക്കുന്ന ചില ഭാരങ്ങളായിരിക്കാം, നമ്മുടെ സാമ്പത്തിക മേഖലകളിലെ നമ്മളുടെ പ്രശ്നങ്ങളായിരിക്കാം. നമ്മുടെ ഏത് കൊട്ടാരത്തിലും, ഏത് അരമനകളിലും, ഏത് കേന്ദ്രങ്ങളിലും ദൈവത്തെ കൊണ്ടുവന്നാൽ അവൻ സങ്കേതമായി നാം അംഗീകരിക്കുന്നെങ്കിൽ അവയുടെ മധ്യത്തിൽ നമുക്ക് വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവം സർവശക്തനാണ്. രാജാക്കന്മാർ കൂട്ടം കൂടി, ആമേൻ. അടുത്ത വാക്യം അങ്ങനെയാ പറയുന്നത്, സ്തോത്രം, അവർ ഒന്നിച്ച് കടന്നുപോയി. സ്തോത്രം. അവർ അത് കണ്ട് അമ്പരന്നു, ഉള്ളിൽ ഞെട്ടി വിറച്ചു പോയെന്നാ പറയുന്നേ. സ്തോത്രം. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ അവർക്ക് ഭയം നേരിട്ടു. കണ്ടോ, ദൈവം കാക്കുന്ന, ദൈവം സൂക്ഷിക്കുന്ന ഒരു ജനത. സ്തോത്രം. ചുറ്റും അഗ്നിമതിലായി. സ്തോത്രം. അഗ്നിമയമായ രഥങ്ങളും ദൂതന്മാരുടെയും കാവൽ കൊണ്ട് സ്തോത്രം ചുറ്റും സംരക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ കണ്ടിട്ട് പിശാചിന്റെ കോട്ടകൾ, സ്തോത്രം, നമുക്കെതിരായി വാദിക്കുന്നവരുടെ വായികൾ അടഞ്ഞു പോകത്തക്ക നിലയിൽ നമ്മെ നടത്തുന്ന ഒരു കർത്താവിനെ ഈ സങ്കീർത്തനത്തിന്റെ വാചകങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും ദർശിക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അവനെ നമ്മുടെ എല്ലാ കൊട്ടാരങ്ങളിലും കൊണ്ടുവരാം. സ്തോത്രം. ഓടിപ്പോകുക. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ ഞാൻ ഓടി വന്ന് അവിടെ ഞാൻ നിർത്തും. 7-ാമത്തെ വാക്യത്തിൽ പറയുക, അതിൻ്റെ 2-ാമത്തെ ഭാഗം, നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിക്കണേ. പെന്തക്കോസ്തുകാരായിട്ടുള്ള നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കേട്ടിട്ട് ഏതോ ഒരു കോണിൽ കളയാനുള്ളതല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാ. കേട്ടത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ കാണണം. യോഹന്നാൻ എഴുതുമ്പം നല്ല 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 മനോഹരമായിട്ട് എഴുതുക, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കൈ തൊട്ട് നോക്കിയത്. സ്തോത്രം. അതാ പ്രസംഗിക്കണ്ടേ, അതാ മറ്റൊരാളിലേക്ക് കൊണ്ടുപോകണ്ടേ. സ്തോത്രം. അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിക്കാത്തവർ അകന്നു പോകും, അനുഭവിച്ചവൻ ചേർന്ന് നിൽക്കും. സ്തോത്രം. ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് ഞാൻ ദൈവാത്മാവിൽ പറയുകയാണ്, കേട്ടുകേൾവികളാണ് ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ ഒരു കാലഘട്ടം വരുമ്പോൾ, അത് നിങ്ങളകന്നു പോകുമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നിങ്ങളായിക്കൊള്ളുന്നില്ല, വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ തലമുറകളായി. സ്തോത്രം. കാരണം അവർ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നെയാണ്. അകന്നു പോകും. അനുഭവമായി തീരണം. പെന്തക്കോസ്തിൻ്റെ അനുഭവം പെന്തക്കോസ്തുകാർക്ക് ഉണ്ടാകണമെന്നാ സിമ്പിളായിട്ട് പറഞ്ഞു വരുന്നേ. സ്തോത്രം. അതില്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. പേര് മാത്രമുള്ള പെന്തക്കോസ്തുകാരോ. സ്തോത്രം. 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 ഇന്ന് പകൽക്കാലം കേട്ടതിനെ ഒന്ന് കാണാൻ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ നാളുകളിൽ കേട്ടത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളവരല്ലേ. പിതാക്കന്മാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? സ്തോത്രം. വചനം പറഞ്ഞത്
നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടില്ലേ? പക്ഷെ എവിടെ അനുഭവത്തിന് തടസ്സം? എന്താ നമ്മളെ ഇത് അനുഭവിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത്? ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്നുകൂടെ നമ്മളെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, ഞാനിത് കേട്ടിട്ടുണ്ട്, പെന്തക്കോസ്തിൻ്റെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് സമുദായക്കാരെക്കാളും കേവലമായ ഒരു നിലയിൽ ഞാനായിരിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറണം. സ്തോത്രം. എനിക്ക് ആ അനുഭവം, പെന്തക്കോസ്തിൻ്റെ അനുഭവം എനിക്കൊന്ന് പ്രാപിക്കാൻ കഴിയണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാനും നമ്മെ നിറയ്ക്കുവാനും ഇടയായിത്തീരും. സ്തോത്രം. എന്നിട്ട് പറയുക, 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ശ്രദ്ധിക്കണമേ, ഈ വാക്യം ഞാൻ മുൻപ് ഒരിക്കൽ ഈ സങ്കീർത്തനം പ്രസംഗിച്ചപ്പോൾ വിശദമായി പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. പക്ഷെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവിൻ, അതിൻ്റെ ഗോപുരങ്ങളെ എണ്ണുവിൻ, വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്ന് നോക്കുവിൻ. പ്രസന്റ് ഡേ ജനറേഷൻ, ഇന്നത്തെ തലമുറ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യണം. അത് നമ്മളിന്ന് പോകുന്ന പോലെ ഹോളി ലാൻഡ് ടൂറിന് പോയിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ അനുഭവങ്ങളെ ഒന്ന് ശരിക്കും നോക്കിക്കാണണം. നമ്മൾ പലപ്പോഴും ആനയെ കണ്ട അന്ധന്മാരെ കുറിച്ചാണ്, അന്ധന്മാരെ പോലെയാ. ഒരുത്തൻ പറഞ്ഞു ആന വലിയ തൂണ് പോലെയാന്ന്. അവനാകെപ്പാടെ അത്രേ എത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. ഒരുത്തൻ പറഞ്ഞു ചൂല് പോലെയാന്ന്. കാരണം അവൻ പോയി പിടിച്ചത് വാലയില. ഒരുത്തൻ പറഞ്ഞു മുറം പോലെയാന്ന്. അവൻ എത്തിപ്പിടിച്ചത് ചെവിയല്ല. ഇങ്ങനെ നമ്മളൊക്കെ ഏതോ ഒക്കെ ഒരു കോണിൽ നിന്ന് ആകെപ്പാട് ഇത്തിരിയും കണ്ടേച്ച് നമ്മൾ പറയുന്നത് ഇതാ വലിയ ആത്മീയതയെന്നാ, ഇതാ ഇതിൻ്റെ പൂർണ്ണതയെന്നാ. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഇത് ആഴമളക്കുവാൻ കഴിയാത്ത അഗാധ പ്രവാഹമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് നമ്മൾ കണ്ടതും തത്തിപ്പിടിച്ചതും എത്തിപ്പിടിച്ചതുമായത് വെച്ചൊന്നും നമ്മൾ ഇതിനെ നിർവചിക്കാൻ പോകരുത്. അത് വലിയ പ്രശ്നമാണ്. സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, അവിടെ ഒരു നദിയുണ്ട്, അത് മാസം മാസം വ്യത്യസ്തമായ ഫലങ്ങളെ തരുന്നു. അതെന്തുവാ? അപ്പോൾ നിങ്ങൾ ചോദിക്കുക അവിടെ അതുണ്ടാവുമെന്ന്. എനിക്കറിയത്തില്ല, വചനം അങ്ങനെ പറയുന്നു. ഇതിനെ വെട്ടിത്തിരുത്താനൊന്നും ഞാൻ ആളല്ല. സ്തോത്രം. അതിൽ പറയുന്നത് വിശ്വസിക്കാൻ തന്നെ, അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിയാൻ തന്നെ ഉള്ള ജ്ഞാനം എനിക്കില്ല, ഞാനൊന്നുമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ എഴുതി തന്നതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ പറയുമ്പോൾ ഇതിനെ പൂർണ്ണമായി പൂർണ്ണ മനസ്സോടും വില്ലിങ്നെസ്സോടും കൂടെ, ആ സമർപ്പണത്തോടും കൂടെ അംഗീകരിക്കുക മാത്രമേ എന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇത് ആത്മാവിനാൽ നിശ്വസിക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒന്നും അറിയത്തില്ല നമുക്ക്. നമ്മളൊക്കെ ഏതോ കോണിൽ നിന്ന് അല്പം കണ്ടിട്ടേ ഉള്ളൂ. അത് വെച്ച് നമുക്കിതിനെ ഒന്നും നിർവചിച്ച് തീർക്കാൻ കഴിയത്തില്ല. നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആഴതലങ്ങളിലേക്ക് പോകാനുള്ള ഒരു വിരക്തി നമ്മളിലുണ്ടാകരുത്. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇതിൻ്റെ കൊത്തളങ്ങളെ ഒന്ന് പോയി അന്വേഷിക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആത്മസന്തോഷമൊക്കെ നമ്മളൊന്ന് അറിയണം. ഒരു തലമുറയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, ഒരു ചില പ്രിയപ്പെട്ടവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുക, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പെന്തക്കോസ് നമ്മൾ പ്രസംഗിക്കാറുണ്ടല്ലോ, കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ പോയി സ്തോത്രം വലിയ പ്രവർത്തനങ്ങളെ ചെയ്തതെന്ന്. എങ്ങനെ സംഭവിച്ചു ഇതെല്ലാം? എവിടെ നിന്നുണ്ടായി ഈ ഉത്തേജനം? എവിടെ നിന്ന് വന്നു ഈ ആത്മശക്തി? സ്തോത്രം എവിടെ നിന്ന് പ്രാപിച്ചതായി ഈ കാഴ്ചപ്പാട്? സ്തോത്രം മുഴങ്കാലുകളിൽ നിന്ന് സ്തോത്രം മണിക്കൂറുകൾ പോകുന്നതറിയാതെ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കാതുകളിൽ യെശയ്യാവ് കേട്ടതുപോലെ കേട്ടു, ആരെനിക്ക് വേണ്ടി പോകും? മനുഷ്യൻ സംസാരിച്ചതിന്റെ അപ്പുറത്ത് ദൈവം അവരുടെ കാതുകളിൽ ചോദിച്ചു, ആരെനിക്ക് വേണ്ടി പോകും? അവര് പറഞ്ഞു, ഞാൻ പോകാവുന്നു. സ്തോത്രം സ്തോത്രം. വിദേശങ്ങളിൽ നിന്ന് എത്ര പേര് ഇവിടെ വന്നത് അങ്ങനെയല്ലേ? എത്ര പേര് അന്വേഷിക്കണം, ഒന്ന് കണ്ടെത്തണം പ്രിയമുള്ളവരെ, ഇതെന്തുവാന്ന്. കർത്താവിന്റെ ദാസൻ പറയുന്ന പോലെ, ഇത് മാങ്ങയാണോ, തേങ്ങയാണോ, ചക്കയാണോ, എന്തുവാ ഈ അനുഭവം? കൊത്തളങ്ങളെ ഒന്ന് നടന്നു നോക്ക്. സ്തോത്രം. വായിച്ചു നിർത്തുകയാ. അതിൻ്റെ ഗോപുരങ്ങളെ ഒന്ന് എണ്ണി നോക്ക്. കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ നടന്നു എന്നൊന്ന് എണ്ണി നോക്ക്. വരുവാനുള്ള തലമുറയോട് പറയാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. നമ്മൾ empty handed ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ വരുന്ന തലമുറയ്ക്ക് ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിൻ്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ച് അരമനകളെ നടന്നു നോക്കുവീൻ. എന്നിട്ട് പറയുക, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവ പര്യന്തം വഴി നടത്തും. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ നഗരമായി ഞാനും നിങ്ങളും തീരുന്നെങ്കിൽ അവൻ നമ്മെ ജീവ പര്യന്തം വഴി നടത്തും. അതിനകത്തൊന്ന്, അവൻ നമ്മുടെ അരമനകളിൽ ഉണ്ടായിരിക്കണം. ചില അരമനകൾ മാത്രം അവന് തുറന്നു കൊടുക്കുകയും ചിലത് നമുക്ക് വേണ്ടി സൂക്ഷിക്കുകയും ചെയ്യുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തണം. എല്ലാ അരമനകളിലും ദൈവം ഉണ്ടായിരിക്കണം. എല്ലാ അരമനകളിലെയും ദുർഗം, സങ്കേതം, റെഫ്യൂജ് ദൈവമായിരിക്കണം. 2, സ്തോത്രം, ഒന്ന് പഠിക്കാൻ നമ്മളെ ഒന്ന് സമർപ്പിക്കണം. സ്തോത്രം. വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടി ചിലത് കരുതി വെക്കണം. ആത്മീയമായി ഇതിനെ കരുതി വെക്കണം. ഈ ദൈവം എന്നും എന്നേക്കും. നിന്റെ കാലശേഷം നിന്റെ തലമുറ വരും, നിന്റെ തലമുറയുടെ കാലശേഷം സ്തോത്രം അവരുടെ തലമുറ വരും. എന്നും ഇവൻ ദൈവമായിരിക്കണം. വല്ലവരും എൻ്റെ കൂടെ ഉണ്ടോ? അവിടുന്ന് ദൈവമായിരിക്കണം. സ്തോത്രം. നാളെ എൻ്റെ കുഞ്ഞ് സ്തോത്രം അഡോണിയ സ്തോത്രം ഈ കർത്താവിനെ ചുമക്കണം. അത് കഴിഞ്ഞ് അവളുടെ തലമുറ വരുമ്പോൾ ഈ കർത്താവിനെ ചുമക്കണം. സ്തോത്രം. അവരെല്ലാം സാക്ഷികളായി നിൽക്കണം. അവരെല്ലാം ഈ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചവരായി നിലനിൽക്കണം. അതിന് നമ്മൾ ചിലത് ചെയ്യാനുണ്ടെന്ന് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചോദിക്കാം, അപ്പാ എന്നെ അധികം പഠിപ്പിക്കണമേ. ഞാൻ കേട്ടതിനെ ഒന്ന് കാണാൻ തക്കവണ്ണം, ഞാൻ പണ്ടെങ്ങാണ്ടൊക്കെ സ്തോത്രം അറിഞ്ഞിട്ടുള്ളതിനെ ഈ നാളുകളിൽ ഒന്ന് അനുഭവിക്കാൻ തക്കവണ്ണം എന്നെ അവിടുത്തെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യമാണ്. സ്തോത്രം. അത് നമ്മെ നടത്തും ജീവ പര്യന്തം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.